ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് തെർമാക്കോളും അതുപോലെ തന്നെ നമ്മൾ മാസ്കിങ് ടാപ്പൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു എം ടി കാർഡ്ബോർഡ് റോളും കിട്ടുമല്ലോ, അത് വെച്ച് ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ളൊരു വർക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആദ്യം തന്നെ തെർമാക്കോൾ എടുത്തിട്ടുണ്ട്. അത് ആവശ്യത്തിനനുസരിച്ച് നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ആദ്യമായിട്ട് ചാനലിലേക്ക് വന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ലാസ്റ്റ് വരെ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് അറിയിക്കാം. മാക്സിമം വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ എന്താ ഇതുപോലെ 2 പീസ് തെർമാക്കോളാണ് എടുത്തിട്ടുള്ളത്. അത്യാവശ്യം കട്ടിയുള്ളൊരു തെർമാക്കോളാണ് നമ്മൾ എടുത്തത് കേട്ടോ. അപ്പോൾ അതാ കുറച്ച് ചെറിയൊരു മണ്ടത്തരം ഞാൻ ചെയ്തിട്ടുണ്ട്. അതിന് തന്നെ കംപ്ലീറ്റ് നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ആ ഒരു വലിയതിലേക്ക് ചെറുത് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അറ്റത്തേക്കൂടെ ചെറിയൊരു സ്പേസ് നിർത്തിക്കൊണ്ടാണ് നമ്മൾ ഒട്ടിച്ചു കൊടുത്തത്. പക്ഷേ അങ്ങനെയല്ല ചെയ്യേണ്ടിയിരുന്നത്. പിന്നീടാണ് എനിക്ക് ഇതുപോലെ ചെയ്താൽ മതിയായിരുന്നു തോന്നിയത്. മിഡിലായിട്ട് ചെറിയൊരു ഹോൾ കൊടുക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഹോളും കൂടി കൊടുത്തപ്പോൾ കുറേ ആ ഒരു തെർമാക്കോൾ ബോൾസ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പശയിൽ പറ്റിപ്പോയി. അപ്പോൾ ആദ്യം തന്നെ ഇതുപോലെ കട്ട് ചെയ്ത് ഒരു ഫ്രെയിം കൈൻഡ് ഓഫ് കട്ട് ചെയ്തതിന് ശേഷം ഒട്ടിച്ചു കൊടുക്കുന്നതായിരിക്കും ഒന്നും കൂടി നല്ലത് കേട്ടോ. ഇനി തെർമാക്കോളിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ നമ്മളൊരു കാർഡ്ബോർഡ് റോള് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ മിനുസുള്ള ഭാഗം നമ്മളൊന്ന് ആദ്യം തന്നെ റിമൂവ് ചെയ്യണം. അതിന് ശേഷം നല്ല നീറ്റായിട്ട് ആ ഒരു ബേസിലേക്ക് ഒട്ടിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. അതിന് മുന്നേ ആയിട്ട് ആ ഒരു കാർഡ്ബോർഡ് റൗണ്ട് ഷേപ്പ് ഉണ്ടല്ലോ, അതൊന്നും കൂടി തിക്നെസ് കൂടി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു റൗണ്ട് ഷേപ്പ് ഒന്നും കൂടി ഒരു പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന രീതിയിൽ റൗണ്ട് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് കാർഡ്ബോർഡ് ഇതുപോലെ നമ്മൾ കൈ കൊണ്ട് തന്നെ ഒന്ന് മുറിച്ചെടുക്കുന്നുണ്ട്. അതിന് ശേഷം ഇതൊരു 3 ലെയറായിട്ട് നമ്മളൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. താഴത്തെ പോർഷൻ തെർമാക്കോളിൽ ഇറക്കി വെച്ചിട്ട് ഒട്ടിക്കേണ്ട ഭാഗം മാത്രം നിർത്തിക്കൊണ്ട് ബാക്കിയൊക്കെ റാ പോലെ നമ്മളൊന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ 3 ലെയറാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. 3 എണ്ണം ആകുമ്പോൾ തന്നെ നല്ല രീതിയിൽ നല്ല പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന രീതിയിൽ തിക്നെസ് കൂടി നല്ല കനത്തിൽ തന്നെ കിട്ടും കേട്ടോ. നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ ഒട്ടിക്കണമെങ്കിൽ അങ്ങനെ ഒട്ടിക്കാം. അപ്പോൾ കുറച്ചും കൂടി ഒരു നമ്മൾ ടയറൊക്കെ പോലത്തെ ആ ഒരു കൈൻഡ് ഓഫ് ലുക്ക് കിട്ടും. അപ്പോൾ ഞാനിവിടെ 3 എണ്ണം മാത്രമേ ഒട്ടിച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതുപോലെയാണ് ഒട്ടിച്ചെടുക്കേണ്ടത്. ഇതുപോലെ ഒരു ചെറിയ പോർഷൻ അവിടെ നിർത്തിക്കൊണ്ട് ബാക്കിയുള്ള വശം ഇതുപോലെ നമ്മൾ ഒട്ടിച്ചിട്ട് സെറ്റാക്കി എടുക്കുക. ഒരു ഗ്രിപ്പായിട്ടുള്ള ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട്, കുറച്ചും കൂടി റൗണ്ട് ഷേപ്പ് കൂടുതലായിട്ട് തോന്നാൻ വേണ്ടിയിട്ട്, പിന്നെ ഒരു എന്താണ് ടയറൊക്കെ പോലത്തെ ഒരു റൗണ്ട് ഷേപ്പ് കിട്ടുന്നതിനൊക്കെ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതൊന്നും ചെയ്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഈ ഒരു വർക്കിൻ്റെ മെയിൻ ആയിട്ടുള്ളൊരു സ്റ്റെപ്പ് ഉണ്ട്. അത് ചെയ്യണമെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് നല്ല രീതിയിൽ ചെയ്താൽ മാത്രമേ ആ ഒരു സ്റ്റെപ്പ് ചെയ്താൽ നല്ല നീറ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ ഒട്ടിച്ചിട്ട് സെറ്റാക്കി എടുക്കേണ്ടത്. ഇനി നമുക്ക് ആ ഒരു തെർമാക്കോളിൻ്റെ അവിടെ ചെറിയൊരു ഭാഗം ഇതുപോലൊന്ന് ചെറിയൊരു ഹോൾ ഉണ്ടാക്കിയെടുക്കുക. ഒരു ഗ്രിപ്പ് പോർഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതിലേക്ക് ഇറക്കി വെച്ചതിന് ശേഷമാണ് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഫെവിക്കോളാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഇതുപോലെ നമ്മളൊന്ന് ഇറക്കി വെച്ചിട്ട് നല്ല രീതിയിൽ സെറ്റാക്കി എടുത്തു. അതിന് ശേഷം അതവിടെ നിർത്തി കിട്ടാൻ വേണ്ടിയിട്ട് മാസ്കിങ് ടൈപ്പ് ഒട്ടിച്ചിട്ട് സെറ്റാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് അവിടെ അനങ്ങാണ്ട് ആ ഒരു ഫെവിക്കോളിൽ ഒട്ടിയിട്ട് നിന്നോളും. അപ്പോൾ മാസ്കിങ് ടാപ്പ് യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ കൈ വെച്ചിട്ട് കുറച്ച് നേരം അത് ഹോൾഡ് ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെ ചെയ്യാൻ മടിയുള്ളവർക്ക് ഇതുപോലെ മാസ്കിങ് ടാപ്പ് ഒട്ടിച്ചിട്ട് നീറ്റാക്കി എടുത്താലും മതി. അപ്പോൾ ഇതുപോലെയാണ് നമ്മളുടെ ഷേപ്പ്. അപ്പോൾ ഏകദേശം നമ്മുടെ ഒരു വർക്കിൻ്റെ പർപ്പസ് എന്താണെന്ന് മനസ്സിലായവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് വൈറ്റ് സിമെൻ്റ് ആണ്. അതിലേക്ക് ആവശ്യത്തിനനുസരിച്ച് കുറച്ച് മാത്രം വെള്ളം ചേർത്തിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക. ഒരുപാട് ലിക്വിഡായിട്ട് പോകരുത്. നമുക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് നോർമൽ സിമെൻ്റൊക്കെ കുഴച്ചാൽ കിട്ടുന്ന ആ ഒരു പരുവുണ്ടല്ലോ, അങ്ങനെയാണ്. അപ്പോൾ അതറിയാത്തവർക്ക് ഈ ഒരു ടെക്സ്ചർ ആട്ടോ വേണ്ടത്. കുറച്ച് നല്ല കട്ടിയായിട്ടുള്ള ടെക്സ്ചർ. ഞാൻ ഇത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സ്പൂണാണ് യൂസ് ചെയ്യുന്നത്. നമ്മുടെ തേക്കുന്ന സമയത്തൊക്കെ തേപ്പ് കത്തി എന്നൊക്കെ പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, നല്ല മിനുസപ്പെടുത്താൻ, അതുപോലത്തെ ഒരു യൂസാണ് ഈ ഒരു സ്പൂൺ വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത്. ഒന്ന് സ്മൂത്താക്കി എടുത്തിട്ട് വേണം ഇതുപോലെ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ബാക്ക് സൈഡിൽ ഇതുപോലെ കോരിയിട്ട് നല്ല രീതിയിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. മിനുസപ്പെടുത്തി എടുക്കണം എന്ന് വലിയ നിർബന്ധമൊന്നുമില്ല. പക്ഷേ നല്ലൊരു നീറ്റ് ഒരു ഫിനിഷിങ് കിട്ടുന്ന രീതിയിൽ ചെയ്ത് കൊടുക്കാൻ വേണ്ടി നോക്കണം. അപ്പോൾ കുറച്ച് നല്ല തിക്കോടെ തന്നെ അപ്ലൈ ചെയ്യുക. അതിനുശേഷം നമുക്ക് ആ ഒരു സ്പൂണിൻ്റെ ബാക്ക് സൈഡ് വെച്ചിട്ട് ഒരു കല്ലൊക്കെ കെട്ടിയ രീതിയിലുള്ള ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ ലൈൻസ് ഇട്ട് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എല്ലാ ഭാഗവും കവർ ചെയ്യുന്ന രീതിയിൽ വൈറ്റ് സിമെൻറ്റ് അപ്ലൈ ചെയ്യണം കേട്ടോ. എന്നിട്ട് സ്പൂണിൻ്റെ ബാക്ക് സൈഡ് വെച്ചിട്ട് ഒന്ന് സ്മൂത്താക്കി എടുക്കാൻ വേണ്ടി നോക്കണം. സ്മൂത്ത് എന്ന് പറയുന്നത് ഒരുപാട് സ്മൂത്താക്കി മിനുസപ്പെടുത്തി എടുക്കേണ്ട ആവശ്യമില്ല. എല്ലാം ഒരേ ലെവലിൽ കിട്ടുന്ന രീതിയിൽ ഒന്ന് അപ്ലൈ ചെയ്യുക. എന്നിട്ട് ആ ഒരു ഭാഗം നീറ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് സ്പൂണിൻ്റെ ബാക്ക് സൈഡ് വെച്ചിട്ടൊന്ന് ഉരച്ചു കൊടുത്താൽ മതി. ഒരുപാട് ഉരച്ചിട്ട് അതിൻ്റെ വെള്ളം ഡ്രൈ ആയിട്ട് പോകുന്ന രീതിയിൽ നിൽക്കരുത്. വൈറ്റ് സിമെൻ്റ് ആണ്, പെട്ടെന്ന് തന്നെ ഡ്രൈ ആയി പോകും, സെറ്റായിട്ട് തുടങ്ങും. അപ്പോൾ നമുക്ക് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ വേഗം ചെയ്തിട്ട് ഉണങ്ങാൻ വേണ്ടിയിട്ട് വിടണം കേട്ടോ. അല്ലാതെ നമ്മളിത് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നതോറും ആ ഒരു വൈറ്റ് സിമെൻറ്റ് ഡ്രൈ ആയിക്കൊണ്ടേയിരിക്കും. പിന്നെ അത് പൊടിഞ്ഞു പോകാൻ തുടങ്ങും. നമ്മൾ വിചാരിച്ച രീതിയിൽ നമുക്കൊന്നും ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റൂല. പിന്നെ കൈ കൊണ്ട് ഒരിക്കലും മിക്സ് ചെയ്യാൻ
ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കണ്ട. കാരണം ചിലവർക്ക് ഈ ഒരു വൈറ്റ് സിമെൻറ്റ് അലർജി ആയിട്ട് വരും. അപ്പോൾ പൊള്ളാനൊക്കെയുള്ള ചാൻസ് ഉണ്ട്. അപ്പം മാക്സിമം ഗ്ലൗസൊക്കെ യൂസ് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ ഒന്നുകൂടി നല്ലതായിരിക്കും. എനിക്ക് വലിയ സീനൊന്നും ഇല്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ കൈ കൊണ്ട് തന്നെ ചെയ്തത്. അപ്പോൾ അതാ ഇതുപോലെ നമ്മൾ ലൈൻസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കല്ലൊക്കെ കെട്ടി നിൽക്കുന്ന രീതിയിലുള്ള ഒരു ലുക്കാണ് കൊടുത്തത്. പിന്നെ മുകളിൽ കൊടുത്തിട്ടുള്ള ആ ഒരു റൗണ്ട് ഷേപ്പിനും കൂടി കുറച്ച് ഗ്രിപ്പായിട്ടുള്ള കുറച്ച് ലൈൻസും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ ഉണങ്ങാൻ വേണ്ടി വെക്കുക. ഞാൻ ഒരു നൈറ്റ് കംപ്ലീറ്റ് വെച്ചിട്ട് പിറ്റേ ദിവസമാണ് സെയിം സമയത്താണ് നമ്മൾ അടുത്ത കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങിയത് കേട്ടോ. നല്ല രീതിയിൽ ഉണങ്ങാണ്ടാണ് നമ്മൾ അടുത്ത സ്റ്റെപ്പ് ചെയ്യുന്നതെങ്കിൽ വൈറ്റ് സിമെൻറ്റ് പൊടിഞ്ഞ് പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുമാത്രമല്ല നമ്മൾ ചെയ്ത വർക്കിൻ്റെ ആ ഒരു ഫിനിഷിങ് പോകാൻ, ആ ഒരു നീറ്റായിട്ടുള്ള ലുക്ക് പോകാനും ഒക്കെ കാരണമാവും. അപ്പോൾ നല്ല നീറ്റായിട്ട് ഉണങ്ങിയതിന് ശേഷം ഒരു ദിവസം കംപ്ലീറ്റ് വെച്ചതിന് ശേഷം മാത്രം നെക്സ്റ്റ് ഡേ എടുക്കുക. അപ്പോൾ നെക്സ്റ്റ് ഡേ ഉണങ്ങി കഴിഞ്ഞതിന് ശേഷമുള്ള ആ ഒരു ഒറിജിനൽ സൗണ്ട് കേട്ടോ. സംഭവം നല്ല കല്ല് പോലെ ആയിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ടിൽ തെർമോക്കോളാണ് യൂസ് ചെയ്തതെന്നുള്ളത് മനസ്സിലാവും കൂടിയില്ല. കാരണം അത്രയും കട്ടിയായിട്ടുണ്ട്, നല്ല കല്ല് പോലെ ഉണ്ട്, നല്ല സ്ട്രോങ് ആയിട്ടിരിക്കുന്നുണ്ട്. കാരണം കംപ്ലീറ്റ് നമ്മൾ തെർമോക്കോളിൻ്റെ കവർ ചെയ്യുന്ന രീതിയിൽ വൈറ്റ് സിമെൻറ്റ് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ. ഇനി നമുക്ക് കംപ്ലീറ്റ് ഇതുപോലെ ബ്രൗൺ കളർ കൊടുക്കുന്നുണ്ട്. ഒരു കല്ലിൻ്റെ ഒക്കെ കളർ ഇട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു കളർ യൂസ് ചെയ്തത്. നിങ്ങൾക്ക് ഇവിടെ വേറെ എന്തെങ്കിലും കളർ യൂസ് ചെയ്യാൻ ഇഷ്ടമുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. പിന്നെ നമ്മളെ കളർഫുള്ളായിട്ടുള്ള ആ ഒരു ബാക്ക്ഗ്രൗണ്ടും അതിൻ്റെ ലാസ്റ്റ് റിസൾട്ടും നോക്കിയിട്ട് എന്ത് കളർ ചൂസ് ചെയ്യണമെന്ന് നോക്കുക. പിന്നെ നമ്മളിതുപോലെ ടൈൽസിൽ കുറച്ച് ഓയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം ഗ്ലൂ ഗൺ വെച്ചിട്ട് കുറച്ച് ലൈൻസ് 1 by 1 അതിൻ്റെ മുകളിലായിട്ട് വരുന്ന രീതിയിലൊന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സും അതുപോലെ തന്നെ ചെടികളും ഉണ്ടായിരുന്നു. ഇതുപോലെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. മിഡിലായിട്ട് ഒരു ബ്ലൂ രീതിയിൽ കൊടുത്തിട്ടുണ്ട്. വെള്ളമൊക്കെ വീഴുന്ന രീതിയിലൊരു ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടോ ഇതുപോലെ നമ്മൾ ചെയ്തത്. അപ്പോൾ ലൈറ്റ് ഷെയ്ഡിൽ നിന്ന് ഡാർക്കിലേക്ക് വരുന്ന രീതിയിൽ വെള്ളം കൊടുക്കുക. എന്നാൽ മാത്രമേ ഒരു ഹൈലൈറ്റിംഗ് ആയിട്ടും ഒരു ഡാർക്ക്നെസ് ഒക്കെ ഫീൽ ചെയ്യുന്ന രീതിയിൽ ഒരു ഒറിജിനൽ ലുക്ക് കിട്ടുള്ളൂ. ഞാനിവിടെ ഒരു ഓഷ്യൻ ബ്ലൂ പോലെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി ഗ്രീൻ കൂടി മിക്സ് ചെയ്തിട്ടാണ് ബ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തത് കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല കറക്റ്റ് കളർ തന്നെ കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മളെ കയ്യിലുള്ള ആർട്ടിഫിഷ്യൽ ലീവ്സും അതുപോലെ തന്നെ ഫ്ലവേഴ്സൊക്കെ ഉള്ള പ്ലാന്റ്സൊക്കെ നമ്മൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഏകദേശം ഫൈനൽ ലുക്കിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി ഞാൻ യൂസ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ യൂസ് ചെയ്യുന്ന ഒരു കാര്യം കൂടി ഉണ്ട്. നമ്മൾ കുറേ നാൾ മുന്നേ ഒരു വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു ക്രാഫ്റ്റ് വർക്ക്. അതിൽ ഞാൻ നമ്മളുടെ പാഷൻ ഫ്രൂട്ടിൻ്റെ ആ ഒരു തൊണ്ട് കൊണ്ട് ഒരു ബോൾ ടൈപ്പ് ഓഫ് ഒരു സംഭവം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നു, ചെറിയ പാത്രം പോലത്തെ. അത് വെച്ചിട്ടാണ് ഞാൻ അതിൻ്റെ മുകളിൽ ഒരു ഡെക്കോറായിട്ട് കൊടുക്കുന്നത്. അതിൽ നിന്ന് വെള്ളം വീഴുന്ന രീതിയിലുള്ള ഒരു ലുക്കാണ് ഞാൻ കൊടുക്കുന്നത്. ആ ഒരു വെള്ളത്തിൻ്റെ ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു ഗ്ലൂ ഗണ്ണ് തറയിൽ ഓയിൽ അപ്ലൈ ചെയ്തിട്ട് ഒന്ന് ലൈനായിട്ട് ഇട്ട് കൊടുത്തത്. അത് ഉണങ്ങിയതിന് ശേഷം ഞാൻ എടുത്തതിന് ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുത്തിട്ട് ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ എത്രയാണോ അളവിന് വേണ്ടത് അതിനെ മാത്രം നിർത്തിക്കൊണ്ട് ബാക്കി കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആ ഒരു ലിക്വിഡിനും കൂടി നമ്മൾ കുറച്ച് ബ്ലൂ കളർ കൊടുത്തിട്ടുണ്ട്. ഫൈനൽ ലുക്ക് ഇതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലെന്ന് കമൻറ്റ് ചെയ്യാൻ. എന്തായാലും നല്ല അടിപൊളി ഒരു ഡെക്കോർ തന്നെയാണ്, നല്ല അട്രാക്റ്റീവാണ്, സിമ്പിളാണ്. ഇതിൻ്റെ ഇടയിൽ കുറേ പക്ഷികളും കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും. എനിക്കെന്നാലും ഈ ഒരു സിമ്പിളായിട്ടുള്ള ലുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഞാൻ ഇവിടെ വെച്ച് നിർത്തിയത് കേട്ടോ. നിങ്ങൾക്കിതിൽ എന്തെങ്കിലും ആഡ് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അത് ചെയ്യാം. അപ്പോൾ ഈ ഒരു വർക്കിനെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങൾ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലയോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇതുപോലുള്ള ക്രിയേറ്റീവായിട്ടുള്ള കിടക്കാനായിട്ടുള്ള വർക്കിനൊക്കെ വേണ്ടിയിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. മറ്റൊരു നല്ല വീഡിയോ കാണാം. സീ യു.